നമ്മൾ ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്നതിനകത്തും ഇത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ബിസിനസ്സിലേക്ക് ഒരു 30-35 വർഷം മുമ്പ് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ ചെയ്ത മിസ്റ്റേക്കുകളാണത്. ഇപ്പോൾ ട്രേഡിങ്ങിലും പല ആൾക്കാരും ആ മിസ്റ്റേക്ക് കാണിക്കാറുണ്ട്. അതായത് നമ്മളൊക്കെ സാധാരണ ബിസിനസ്സിൽ നമ്മൾ വിചാരിച്ചിരുന്നത് പ്രോഫിറ്റ് ടേൺ ഓവർ കൂട്ടി, നോർമൽ ട്രഡീഷണൽ ബിസിനസ്സിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, ടേൺ ഓവർ കൂട്ടി പ്രോഫിറ്റ് പിടിക്കാനായിരുന്നു ഞങ്ങളൊക്കെ തുടക്കത്തിൽ ചെറുപ്പത്തിൽ നോക്കിയിരുന്നത്. അതായത് നമ്മൾ പരമാവധി ലോൺ എടുക്കും, വോളിയം കൂടുതൽ ചെയ്യും, കൂടുതൽ ക്രെഡിറ്റ് കിട്ടാവുന്നിടത്തുനിന്ന് ക്രെഡിറ്റ് വാങ്ങും, എന്നിട്ട് വോളിയം കൂടുതൽ ചെയ്ത് ടേൺ ഓവർ കൂടുതൽ ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കും. ബൈ ചെയ്യുന്നിടത്തുനിന്ന് ക്രെഡിറ്റ് വാങ്ങുന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും അവർ തരുന്ന പ്രൈസ് നോക്കാറില്ല, ക്വാളിറ്റി നോക്കാറുണ്ട്, പക്ഷേ പ്രൈസ് നമ്മൾ നോക്കിയിരുന്നില്ല. കാരണം സ്വാഭാവികമായിട്ട് അവർ ക്രെഡിറ്റ് തരുമ്പോൾ നമ്മുടെ ക്രെഡിറ്റ് പീരീഡ് നീളുവാണെങ്കിൽ അവർ നമ്മളറിയാതെ 1 രൂപ കൂട്ടിയിടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ബൈയിങ് വില കൂടിപ്പോവും. ബൈയിങ് വില കൂടി പോകുമ്പോഴത്തേന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വോളിയം അത്രയും കൂടുതൽ നമ്മൾ വോളിയം കൂടുതൽ ചെയ്യുമ്പോൾ കൂടുതൽ സ്റ്റാഫ് വേണ്ടി വരും, കൂടുതൽ ബാങ്ക് ലോൺ വേണ്ടി വരും, കൂടുതൽ രൂപ ഔട്ട്സ്റ്റാൻഡിങ് പുറത്തേക്ക് മാർക്കറ്റിൽ പോകും. ഫൈനലി ഞങ്ങളുടെ 10 പോലും ടേൺ ഓവർ ഇല്ലാത്തവർ നമ്മളെക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ബൈയിങ്ങിലാണ് ഫോക്കസ് വേണ്ടതെന്ന് മനസ്സിലായത്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന ട്രേഡിംഗ് എന്ന് പറയുന്നതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബൈയിങ്ങിലാണ് ഫോക്കസ് വേണ്ടത്. നമ്മൾ സെല്ല് ചെയ്യുമ്പോഴാണ് അത് പ്രോഫിറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ബൈ ചെയ്യുന്നത് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ കിട്ടുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങുന്നതിൽ ഫോക്കസ് ചെയ്യുക, അതിലാണ് ഗെയിം ഇരിക്കുന്നത്. കൂടുതൽ വില കൂടി നിൽക്കുന്ന സമയത്ത് നമുക്ക് കയ്യിലുള്ളത് വിൽക്കാനും, കയ്യിലുള്ളത് മുഴുവൻ വിറ്റ് തീർന്നാൽ നമ്മൾ പയ്യെ 10% വാങ്ങി മുട്ടി നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ റെസിസ്റ്റൻസ് ലെവലിൽ നിൽക്കുമ്പോൾ ചെയ്യുന്നത്. അവിടെ വെച്ച് ഒരിക്കലും റിസ്ക് എടുക്കരുത്. അവിടെ വെച്ച് ചിലപ്പോൾ പ്രോഫിറ്റ് കിട്ടും, നമുക്കിവിടെ ഒന്ന് പ്രോഫിറ്റ് പറയാൻ പറ്റും എന്ന് വിചാരിച്ച് പോയി കയ്യിലിരിക്കുന്ന എല്ലാം കൂടി വാങ്ങിയാൽ, ഞാൻ പറയാറുണ്ട്, നമ്മൾ ചെറുപ്പത്തിലൊക്കെ കളിക്കുമ്പോൾ നമ്മൾ കൂട്ടുകാരെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് നമ്മൾ ഔട്ടായി കഴിയുമ്പോഴത്തേന് പുറത്തിരിക്കുന്ന കല്ലിലിരിക്കുക എന്ന് പറയും. നമ്മൾ കല്ലിലിരിക്കുന്ന അവസ്ഥ വരും. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് കളിക്കാൻ പറ്റിയില്ല, കൂട്ടുകാരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കല്ലിലിരിക്കുന്നൊരവസ്ഥ. പൈസ ഒന്നും പോകത്തില്ല ഇവിടെ ആർക്കും. പക്ഷേ ആ റേറ്റ് വരെ ഒന്നെങ്കിൽ മാർക്കറ്റ് കയറി വന്നിട്ട് നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ താഴേന്ന് വീണ്ടും വില കുറഞ്ഞ് നിൽക്കുന്ന സമയത്ത് വീണ്ടും നമ്മൾ പർച്ചേസ് ചെയ്ത് ആവറേജ് ചെയ്യാൻ പൈസ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ലാഭത്തിൽ ആകാൻ പറ്റുള്ളൂ. നഷ്ടം സംഭവിക്കത്തില്ല. നമ്മൾ സ്വർണ്ണം മേടിച്ചാൽ അസറ്റായിട്ട് അവിടെ ഇരിക്കും. വില കയറി വന്നാൽ മാത്രമേ പിന്നെ നമുക്ക് ഒന്നെങ്കിൽ അത് എടുക്കാൻ പറ്റും. അതായത് മാസം 30 ദിവസവും അല്ലെങ്കിൽ മാസം ഒരു 20 ദിവസമെങ്കിലും ട്രേഡ് ചെയ്യാൻ സാധിച്ചാലാണ് ശരിക്കും പ്രോഫിറ്റബിളായിട്ട് നമുക്ക് എല്ലാം മന്ത് ഓൺ മന്ത് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും എമൗണ്ട് സ്റ്റക്കായി ഇരുന്നാൽ നമുക്ക് പിന്നെ പ്രോഫിറ്റ് അതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാൻ പറ്റില്ല. അത് റിലീസ് ആവാതെ USDT ആക്കാതെ പിന്നെ വാങ്ങലും വയ്ക്കലും നടക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് സ്റ്റക്ക് ആവാതിരിക്കാൻ പരമാവധി നോക്കുക. എങ്കിലും ചില സമയത്ത് വളരെ അപൂർവമായിട്ട് സംഭവിച്ചാലും ഡോൺ വറി, ആ എമൗണ്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് താഴേന്ന് ചെയ്ത് തുടങ്ങാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ മുകളിൽ വാങ്ങിയത് മാറ്റി വെച്ചിട്ട് അതവിടെ ഇരിക്കട്ടെ, വില കൂടിയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് താഴെ കുറച്ച് ഫണ്ട് കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും അവിടെ നിന്ന് വേണം ട്രേഡ് ചെയ്ത് ലാഭം എടുത്തുകൊണ്ടിരിക്കാം. പക്ഷെ അന്നേരം പിന്നെ നമ്മൾ ബ്രേക്ക് ഈവൻ പ്രൈസ് നോക്കി ആയിരിക്കരുത് പോകുന്നത്. കാരണം ഒരു ട്രേഡ് ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം വാങ്ങുന്നത് കഴിഞ്ഞ് അടുത്തത് വാങ്ങി, രണ്ടാമത് വാങ്ങി, മൂന്നാമത് വാങ്ങിയതിനനുസരിച്ചായിരിക്കും ബ്രേക്ക് ഈവൻ പ്രൈസ് കാണിക്കുകയുള്ളൂ. നമ്മളിടയ്ക്ക് മുകളിലത്തെ അവിടെ നിർത്തിയിട്ട് താഴെ പോയി വേറെ ബൈയും സെല്ലും നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ബ്രേക്ക് ഈവൻ പ്രൈസ് തെറ്റിപ്പോവും. അതുകൊണ്ട് അങ്ങനെ നമുക്ക് പ്രൈസ് ചിലപ്പം തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അത് വളരെ കെയർഫുൾ ആയിരിക്കണം. അങ്ങനെ ചിലപ്പോൾ ലോസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ താഴേന്ന് മുകളിൽ വാങ്ങിയത് മാറ്റി വെച്ചിട്ട് താഴെ നമ്മൾ ബൈയോ സെല്ലോ നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം പിന്നെ ബ്രേക്ക് ഈവൻ പ്രൈസ് നോക്കി പോകരുത്. പിന്നെ നമ്മൾ തന്നെ സ്വയം കാൽക്കുലേറ്റ് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തേങ്ങയുടെയൊക്കെ കണക്ക് കൂട്ടിയെടുക്കുന്ന പോലെ കണക്ക് കൂട്ടിയെടുത്ത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് പിന്നത്തെ മാർഗ്ഗം. ഓക്കെ, അപ്പം സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ താഴോട്ട് പോയി നിൽക്കുന്ന ലെവലുകളെയാണ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത്. ഉദാഹരണം പറയാം, 170, 164, 159 ഈ 3 പോയിന്റുകളാണ് നമുക്ക് 3 എണ്ണാണ് തന്നിരിക്കുന്നത് വിചാരിക്കുക സപ്പോർട്ട് ലെവൽ. അപ്പം ആദ്യത്തെ സപ്പോർട്ട് ലെവൽ വരെയാണ് മാർക്കറ്റ് എത്താൻ ആദ്യം സാധ്യത. അപ്പോൾ നമ്മൾ എപ്പോഴും ബൈ ഇടുമ്പം സപ്പോർട്ട് ലെവലിൻ്റെ 170യുടെ മുകളിൽ 170.2 അല്ല നമ്മൾ ബൈ ഇടുക. 170 കറക്റ്റ് എക്സാക്റ്റ് ഫിഗർ ഇട്ടാൽ ചിലപ്പോൾ ബൈ ആകത്തില്ല. മാർക്കറ്റ് അവിടം വരെ എത്തിയാലും ബൈ ആകത്തില്ല. അപ്പോൾ 170.2 ഇടുക ബൈ ചെയ്യുന്ന സമയത്ത്. സെല്ല് ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റൻസിൻ്റെ എവിടെയാണ് നിൽക്കുന്നതെങ്കിൽ റെസിസ്റ്റൻസ് ഇട്ടിരിക്കുന്നത് 184, 187, 194 എന്നാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ 184 തൊട്ട് താഴെ 183.8 വല്ലതും ഇടുക. എന്നാലേ സെല്ല് നടക്കുകയുള്ളൂ. കറക്റ്റ് എക്സാക്റ്റ് ഫിഗർ 184 തന്നെ ഇട്ടാൽ ചിലപ്പോൾ സെല്ല് നടക്കുകയില്ല.